അപ്പോൾ നമ്മളങ്ങനെ വണ്ടി ഇറക്കിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോവാണ്. വീട് ഒരു 50 കിലോമീറ്ററോളം ഉണ്ട്. റേഞ്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ 109 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട്. 98% ചാർജും ഉണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. വീട്ടിൽ എത്തിയതിന് ശേഷം ബാക്കി ഇനിയുള്ള ദിവസങ്ങളിൽ വണ്ടിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേറ്റ്. അങ്ങനെ ഫൈനലി നമ്മുടെ വണ്ടി ഒരു 5-6 ദിവസത്തെ വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. മാവേലിക്കര RT ഓഫീസിൽ ചെറിയൊരു ഡിലേ അടിച്ചായിരുന്നു. നമ്മൾ ഷോറൂമിൽ എത്തിയ ടൈമിൽ തന്നെ നമ്മുടെ എല്ലാ വണ്ടികളോടും ഇങ്ങനെ ഡിസ്പ്ലേ നിരത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ കുറേ ആക്സസറീസ് ഇരിപ്പുണ്ട്. നമ്മൾ വൈറ്റ് വണ്ടിയാണ് ഡെലിവറി എടുക്കുന്നത്. നമ്മുടെ വണ്ടി ഡെലിവറിക്ക് വേണ്ടി ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അതിനിടയ്ക്ക് ചെറിയൊരു സെൽഫി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ എന്തോ ഒരു സ്കീമോ സംഭവം എന്തോ ആണ്. ഒരു 6-7 ദിവസം മുമ്പ് വണ്ടി കണ്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ഇങ്ങോട്ടൊന്ന് കയറിയത്. പിന്നെ ബാക്കി എല്ലാം ഓൺലൈൻ ട്രാൻസാക്ഷൻസും പരിപാടികളുമായിരുന്നു. രജിസ്ട്രേഷൻ കഴിഞ്ഞതെല്ലാം ഓൺലൈനായിട്ടായതുകൊണ്ട് നമ്മളിപ്പം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെറിയൊരു പേപ്പർ വർക്ക് പെൻഡിങ് ഉണ്ട്. അതെല്ലാം റെഡിയാക്കി നമ്മൾ വണ്ടിയുമായിട്ട് ഇറങ്ങാനായിട്ട് പോവുകയാണ്. ഇവിടെ വരുന്നിടം വരെ ഈ വണ്ടിക്ക് വലിയ എൻക്വയറീസ് ഒന്നും ഇല്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. കുറേ പേരൊക്കെ എടുക്കുന്നുണ്ട്, എന്നാൽ അങ്ങനെ വലിയൊരു മൂവ്മെൻറ്റ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ലാന്ന്. പക്ഷേ ഇവിടെ ഇന്നത്തെ ഈ ഒരു ഷോറൂമിലെ ക്രൗഡിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഞങ്ങൾ നേരത്തെ വന്നത് കുറച്ചുകൂടെ രാവിലെ ഒരു ഉച്ച സമയത്തൊക്കെയായിരുന്നു ഞങ്ങൾ ഷോറൂമിലേക്ക് എത്തിയത്. പക്ഷേ ഇന്ന് ഈ ഒരു ടൈമിൽ എത്തിയപ്പോഴാണ് അത്യാവശ്യം നല്ല ക്രൗഡുണ്ട് ഇവിടെ, നല്ല എൻക്വയറീസും ഉണ്ട്. ഓക്കെ, ഫൈനലി നമ്മൾ നമ്മുടെ വണ്ടി ഡെലിവറി എടുക്കാൻ പോകുന്നു. ഈ ഒരു ടൈമിൽ 2 നൈസ് ഐറ്റംസ് കിട്ടും. ഒന്നാമത്തെ ഹെൽമെറ്റാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഹാഫ് ഫേസ് ഹെൽമെറ്റാണ് ഇവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയത്. രണ്ടാമത് വരുന്നത് ഇവരുടെ കീ ചെയിൻ. ഈ 2 സാധനങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ വണ്ടിയുടെ ആ ഒരു സ്റ്റൈലിഷ് ലുക്ക് പോലെ തന്നെയാണ് ഈ കീ ചെയിനും ഹെൽമെറ്റും ഒക്കെ. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കിട്ടിയത്. പിന്നെ ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു വണ്ടികളെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഡെലിവറി ടൈമിൽ അവർ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് വ്യക്തമായിട്ട് ആ ഒരു ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് ഒന്ന് പറഞ്ഞു. ചാർജിങ്ങിൻ്റെ കാര്യങ്ങളായാലും റൈഡിങ്ങിൻ്റെ കാര്യങ്ങളായാലും എല്ലാം ഒന്നുകൂടെ ഒന്ന് നമ്മളെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് അത് നമുക്ക് മനസ്സിലാക്കി തന്നിട്ട് മാത്രമേ ഒരു വണ്ടി ഷോറൂമിൽ നിന്ന് നമുക്ക് പോകാനുള്ള അനുവാദം തരത്തുള്ളൂ. അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം അറിയാവുന്ന ഈ ഒരു പ്രൊസീജിയർ സ്കിപ്പ് ചെയ്യാം. പക്ഷേ നമ്മൾ ഫോണോടൊന്ന് കണക്ട് ചെയ്ത് ഫോണിൻ്റെ കണക്ടിവിറ്റി എല്ലാം നോക്കിയിട്ടാണ് ഷോറൂമിൽ നിന്ന് ഇറങ്ങിയത്. ഒരു കണക്ടിവിറ്റി ടൈമിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാനൊരു ഷോർട്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം. ഓക്കെ, ഇനി ബാക്കി കാര്യങ്ങൾ കുറച്ചേറെ കാര്യങ്ങൾ ഈ വണ്ടിയെ പറ്റി പറയാനുണ്ട്. 1-2 ദിവസത്തെ ഒരു റൈഡിന് ശേഷം ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത്. സ്റ്റേ ട്യൂൺ ഫോർ ദ വെരി നെക്സ്റ്റ് വീഡിയോ.